ശ്രീ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിലെ പുതുതായി പണിയുവാൻ പോകുന്ന ശ്രീകോവിൽ നിർമ്മാണത്തിനു വേണ്ടി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു. മാധ്യമപ്രവർത്തകൻ MP വേണു വൈറ്റ്ല ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Parur. ശ്രീ ആദിപരാശക്തി ദേവിയുടെ അനുഗ്രഹ സാന്നിധ്യത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു. ദിവ്യാനുഭൂതിയുടെ മാധുര്യത്തിൽ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചടങ്ങ് മാധ്യമപ്രവർത്തകൻ MP വേണു വൈറ്റ്ല ഉദ്ഘാടനം ചെയ്തു. രാജസ ഗുണമുള്ളവരാണ് ഈ നേതാക്കന്മാർ. അതേസമയം താമസ ഗുണമുള്ളവരാണ് ഈ പിന്നെ എന്താ പറയുക, സമൂഹത്തില് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നെന്ന് പറയാൻ പറ്റില്ല, കുപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ, സമൂഹത്തിന്റെ അപജയത്തിന് നിമിത്തമായി തീരുന്ന വ്യക്തികളുണ്ടല്ലോ, അവരാണ് ഈ താമസിക ഗുണമുള്ളവരെന്ന് പറയുന്നത്. ഈ താമസം അല്ലെങ്കിൽ തമസ് എന്ന് പറയുന്നത് തന്നെ ഇരുട്ട. കാട്ടാളന്മാരൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നതാണ്. കഥകളിയിലുണ്ട് അങ്ങനെ ഈ പറയുന്ന ഗുണങ്ങളുള്ള കഥാപാത്രങ്ങളുണ്ട്. ഈ പച്ച മെനുക്ക് താടി എന്നൊക്കെ പറയുന്ന ഇതിനെ ആശ്രയിച്ചാണ്. ഞാനപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഏതായാലും ഈ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാരണം ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ പ്രസാദം ഇതിനകം എല്ലാവരിലും, ഈ പ്രദേശം മുഴുവനും സംക്രമിച്ചിട്ടുണ്ടെങ്കിലും വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ ഈ സന്നിധാനം, ദേവിയുടെ സന്നിധി, ദേവിയുടെ ആവാസ സ്ഥലം കൂടുതൽ കൂടുതൽ വ്യാപ്തി ഏറുന്നതിന് വേണ്ടി കൂടുതൽ ജനങ്ങളിലേക്ക്, ഭക്തജനങ്ങളിലേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് നിമിത്തമാകുന്നത് ഈ നവീകരണങ്ങൾ. ഉദ്ഘാടകൻ ശ്രീമാൻ MP വേണു, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ, കൂടാതെ പൊതുപ്രവർത്തകർ, സാഹിത്യകൃതികൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം, ചെറിയ ലഘുലേഖകളെല്ലാം അദ്ദേഹം മാസങ്ങളും ആഴ്ചകളും വരയ്ക്കാനായിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന് നമ്മളെ ആദ്യമായിട്ട് എല്ലാവരെയും പറ്റി ഒരു സ്വാഗതാശംസകൾ കൈയ്യിൽ. NG ശിവദാസ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി PK ബാഹുലയൻ, ആചാര്യ മനോഹരി അമ്മ, സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ്, ഷൺമുഖൻ ഞാറക്കൽ, സുരേഷ് മഞ്ഞനക്കാട്, CC സുനിൽ, ചന്ദ്രവതി രാജേന്ദ്രൻ, ജാനകി പരമൻ, VC സാബു, PT സലേഷ്, കുമാരി നായിരമ്പലം എന്നിവർ ആശംസാ സന്ദേശങ്ങൾ അറിയിച്ചു. ഭക്തജനങ്ങളുടെ സമർപ്പണത്തോടെയും ദൈവാനുഗ്രഹത്തോടെയും രൂപീകരിച്ച ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയിൽ രക്ഷാധികാരികളായി PK ബാഹുലേയനും NG ശിവദാസും, ചെയർമാനായി സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ്, ഷൺമുഖൻ ഞാറക്കലും, ജോയിന്റ് കൺവീനർമാരായി CC സുനിൽ, PT സലേഷ്, ഷാജി നായിരമ്പലം എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷററായി OP നാണപ്പൻ, മഹിളാ കൺവീനറായി ചന്ദ്രമതി രാജേന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജാനകി പരമൻ, കുമാരി നായിരമ്പലം, പ്രീത സുരേഷ്, മഹിളാമണി, രാജമ്മ രാജു, ഓമന, ലീന എന്നിവരും മഹിളാ ട്രഷററായി ഷൈലയും തെരഞ്ഞെടുത്തു. ദൈവസങ്കല്പ പ്രകാരം നവംബർ 27 വ്യാഴാഴ്ച രാവിലെ 8 മുതൽ 9 വരെ മൂലാധാര ശിലാസ്ഥാപനം ഭക്തിപൂർവം നടത്തുവാൻ യോഗത്തിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു. ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവനാമസ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ സർവ്വതോന്മുഖ പിന്തുണയും അനുഗ്രഹവും ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.
കണ്ട് പറ്റില്ല. നമ്മൾ നല്ല നല്ല ആശയങ്ങളുമായിട്ട് പല പല പ്രസ്ഥാനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു മാസം നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പിരിവിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ക്ഷേത്രം നന്നായിട്ടിരിക്കും. പിന്നെ എല്ലാം ഒരാളുടെ തലയിൽ കൊടുക്കരുത്, കാരണം മനുഷ്യന് ഭാരം അങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും കോടി കോടി പ്രണാമത്തോടെ എന്തെങ്കിലും ചെറിയ തെറ്റ് എന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമാപണത്തോടെ നാളെ നമ്മുടെ ഏറ്റവും നല്ല പ്രകാശപൂർണമായിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചം നമ്മൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി.